നമസ്കാരം, ഞാൻ ഗോപകുമാർ. വെൽക്കം ടു M4 മാത്സ്. നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട പാർട്ട് 3 വീഡിയോ ആണിത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടതിന് ശേഷം പാർട്ട് 3 കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Represent 36/100 as a decimal number and say what kind of decimal expansion is the number. ഇതിനകത്ത് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ്, റെപ്രസെൻറ്റ് 36/100 ആസ് എ ഡെസിമൽ നമ്പർ. 36 ഡിവൈഡഡ് ബൈ 100. 36/100നെ ഡെസിമലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാമെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 36/100നെ ഡെസിമലായിട്ട് എക്സ്പ്രസ് ചെയ്താൽ 0.36 എന്ന ആൻസർ എഴുതാം. വേറെ ഒന്ന് രണ്ട് എക്സാമ്പിൾ എഴുതി കാണിക്കാം. 24/10. 24നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഒരു പ്ലേസ് മാറ്റിയാൽ ആൻസർ കിട്ടും. 2.4. 24/100. 24നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് 2 പ്ലേസ് മാറ്റി ഡെസിമൽ കൊടുക്കുക. 1 2. 0.24. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് 2 പ്ലേസ് മാറ്റുക. 1 2. 0.24. 24 ഡിവൈഡഡ് ബൈ 1000. ഇവിടെ 3 zeros ആണുള്ളത്. അതുകൊണ്ട് 24നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് 3 പ്ലേസ് മാറ്റുക. 1 2. 0.024. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് 3 പ്ലേസ്. 1 2 3 ഡെസിമൽ. അതുപോലെ 36/100നെ ഡെസിമൽ നമ്പറായി എഴുതണമെങ്കിൽ 36നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് 2 പ്ലേസ് മാറ്റി ഡെസിമൽ കൊടുക്കുക. 1 2. 0.36. അടുത്ത ക്വസ്റ്റ്യൻ. സേ വാട്ട് കൈൻഡ് ഓഫ് ഡെസിമൽ എക്സ്പാൻഷൻ ഈസ് ദ നമ്പർ. ഈ കിട്ടിയ റിസൾട്ട് ഏത് ടൈപ്പ് നമ്പറാണ്? ഏത് ടൈപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് നമ്പറുണ്ട്. ഒന്ന് ടെർമിനേറ്റിംഗ് നമ്പർ, ഒന്ന് നോൺ ടെർമിനേറ്റിംഗ് നമ്പർ. 0.36 ടെർമിനേറ്റിംഗ് നമ്പറാണ്. ടെർമിനേറ്റിംഗ് എന്ന് വെച്ചാൽ എൻഡ് ചെയ്യുന്ന നമ്പറാണ്. 0.36 ഈസ് എ ടെർമിനേറ്റിംഗ് നമ്പർ. ടെർമിനേറ്റിംഗ് നമ്പർ. ഇപ്പോൾ 1/3. 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിസൾട്ട് 0.3333 അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് 3s കിട്ടും. ഇതാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യുകയാണ്. 3 റിപ്പീറ്റ് ചെയ്യുന്നു, ഒരിക്കലും എൻഡ് ചെയ്യില്ല, നെവർ എൻഡിങ്. ഇങ്ങനെ ഉള്ളതിന് നോൺ ടെർമിനേറ്റിംഗ് റക്കറിംഗ് എന്ന് പറയും. റക്കറിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. റക്കറിംഗ് അല്ലെങ്കിൽ റിപ്പീറ്റിംഗ് എന്ന് പറയാം. റിപ്പീറ്റിംഗ്. ഇവിടെ 3 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 1/3. 1/3 എന്ന് പറഞ്ഞാൽ 0.333 അങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇത് നോൺ ടെർമിനേറ്റിംഗ്. ഇത് ഒരിക്കലും എൻഡ് ചെയ്യില്ല. 3 എന്ന് റെക്കർ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. എന്നാൽ ഇവിടെ 0.36 ഈസ് എ ടെർമിനേറ്റിംഗ് നമ്പർ. ഇവിടെ 6 ലെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല.
അതുകൊണ്ട് 36/100 is a terminating number. Next question. Represent 1 divided by 11 as a decimal number and say what kind of decimal expansion is the number. 1 divided by 11. 1-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 0 0 1 ഇവിടെ ഒരു 0 കൊടുക്കുക, ഇവിടെ ഡെസിമൽ കൊടുക്കുക. 10-നെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഒരു 0 കൊടുക്കുക, ഇവിടെ ഒരു 0 കൊടുക്കുക. 9 11s are 99. റിമൈൻഡർ 1. വീണ്ടും 1 ആണ് വന്നത്, ഒരു 0 കൊടുക്കുക. 10-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വീണ്ടും ഒരു 0 ഇവിടെ കൊടുക്കുക, ഇവിടെയും ഒരു 0 കൊടുക്കുക. 9 11s are 99. റിമൈൻഡർ 1. അപ്പോൾ 1 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്ക് കിട്ടിയ റിസൾട്ട് 0909. വീണ്ടും ഒരു 0 കൊടുക്കുക. 10-നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും ഇവിടെ ഒരു 0 കൊടുക്കുമ്പോൾ ഇവിടെ ഒരു 0 കൊടുക്കുക. 9 11s are 99. 1 090909 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 1 ഡിവൈഡഡ് ബൈ 11 ഡെസിമൽ എഴുതി കഴിഞ്ഞാൽ 0.09090909 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്ക് ഇതിനെ ഇത്രയും പ്രാവശ്യം എഴുതുന്നതിന് പകരം വളരെ സിമ്പിളായിട്ട് 0.09 മുകളിലൊരു ബാർ കൊടുക്കുക. ഇതിൻ്റെ മീനിങ് 09 എന്ന് പറയുന്ന വാല്യൂ റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. 09090909 എന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് എഴുതുന്നതിന് പകരം 0.09 എന്ന് എഴുതിയിട്ട് മുകളിലൊരു ബാർ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആവും. അടുത്ത ക്വസ്റ്റ്യൻ, സേ വാട്ട് കൈൻഡ് ഓഫ് ഡെസിമൽ എക്സ്പാൻഷൻ ഈസ് ദ നമ്പർ. 0.09090909 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതൊരിക്കലും എൻഡ് ചെയ്യില്ല, റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള നമ്പേഴ്സിന് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയും. റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ റെക്കറിങ്. 1/11 നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. Next question. Represent 4 and 1/8 as a decimal number and say what kind of decimal expansion is the number. 4 1/8. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ മിക്സഡ് ഫ്രാക്ഷനാണ്. മിക്സഡ് ഫ്രാക്ഷന് ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി എഴുതുക. 4ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 8 32. കിട്ടിയ ആൻസറിനോടൊപ്പം 1 ആഡ് ചെയ്യുക. 32 + 1 33. 33/8. 4 × 8 32. 32 + 1 33. 33/8. 33 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 33 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 4s are 32. 33 - 32 റിമൈൻഡർ 1. 1-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഒരു 0 കൊടുക്കുക, ഇവിടെ ഒരു ഡെസിമൽ കൊടുക്കുക.
10നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 1. 10ൽ നിന്നും 8 സബ്ട്രാക്ട് ചെയ്താൽ 2. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വീണ്ടും 0 കൊടുക്കുക. 8 2s are 16. റിമൈൻഡർ 4. 20 minus 16 4. 4നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 0 കൊടുക്കുക. 8 5s are 40. റിമൈൻഡർ 0. 33 by 8 is equal to 4.125. Say what kind of decimal expansion is the number? ഇവിടെ നോക്കുക, ഡെസിമൽ കഴിഞ്ഞിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വാല്യൂസ് ഒന്നുമില്ല, അതുപോലെ നമ്പർ എൻഡ് ചെയ്തു, ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, റിമൈൻഡർ 0 ആണ്. അതുകൊണ്ട് 4 and 1/8 is a terminating number. Terminating. Next question. Represent 3/13 as a decimal number and say what kind of decimal expansion is the number. 3/13. 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 0 3 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ 0 കൊടുക്കുക. ഡെസിമൽ 13 into 2 26. 30 minus 26 4. 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 0 കൊടുക്കുക. 40 divided by 13. 13 into 3 39. 40 minus 39 റിമൈൻഡർ 1. 0 കൊടുക്കുക. 10 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വീണ്ടും ഒരു 0 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക. 13 into 7 91. 100 minus 91 9. 0 കൊടുക്കുക. 13 into 6 78. 90 minus 78 12. 0 കൊടുക്കുക. 13 into 9 117. റിമൈൻഡർ 3. വീണ്ടും 3 വന്നു. ഇതേപോലെ അത്രയും സ്റ്റെപ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. 0 കൊടുക്കുക, 2 കിട്ടും. 3 0 6 9 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. 3/13 is equal to 0.230769 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഇസ് ഈക്വൽ ടു റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 23069 എഴുതി അതിൻ്റെ മുകളിലൊരു ബാർ കൊടുക്കുക. 3/13 ഡെസിമൽ റെപ്രസെൻറ്റേഷൻ 0.230769. Say what kind of decimal expansion is the number? ഈ ഡെസിമൽ എക്സ്പാൻഷനിൽ നിന്നും 3/13 ഏത് ടൈപ്പ് നമ്പർ ആണെന്ന് എഴുതണം. നമുക്കറിയാം ഇത് റിപ്പീറ്റിംഗ് ആണ്, നോൺ ടെർമിനേറ്റിംഗ് ആണ്, ഇതൊരിക്കലും എൻഡ് ചെയ്യില്ല. 3/13 is a non-terminating repeating decimal expansion. Next question. Represent 2/11 as a decimal number and say what kind of decimal expansion is the number.
2/11. 2 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 ഡിവൈഡഡ് ബൈ 11. 2 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 0 2 ഇവിടെ 0 കൊടുക്കുക, ഡെസിമൽ 1 into 11 11, റിമൈൻഡർ 9. വീണ്ടും 0 കൊടുക്കുക, 11 8s are 88, റിമൈൻഡർ 2. വീണ്ടും 0 കൊടുക്കുക, 1 into 11 11, റിമൈൻഡർ 9. വീണ്ടും 0 കൊടുക്കുക, 8 into 11 88, റിമൈൻഡർ 2. വീണ്ടും 0 കൊടുക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 18 18 18. 2/11 is equal to 0.1818 18 18 18. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. 2/11 is equal to 0.18. എന്നിട്ട് മുകളിൽ ഒരു ബാർ വരയ്ക്കുക. റിപ്പീറ്റ് ചെയ്യുന്നത് കാണിക്കാനായിട്ട് 18 എഴുതിയിട്ട് ബാർ ഇടുക. സേ വാട്ട് കൈൻഡ് ഓഫ് ഡെസിമൽ എക്സ്പാൻഷൻ ഇസ് ദ നമ്പർ? 0.18 18 18 ഏത് ടൈപ്പ് നമ്പറാണ്? 2/11 ഏത് ടൈപ്പ് നമ്പറാണ്? ഇവിടെ 18 18 18 എന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കാം. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ expansion. Next question. Represent 329 divided by 400 as a decimal number and say what kind of decimal expansion is the number. 329 divided by 400. 329 divided by 400. 329 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 329നോടൊപ്പം ഒരു 0 കൊടുക്കുക, ഇവിടെ ഡെസിമൽ ഇടുക. 8 into 4 32. 400 into 8 3200. 0 9. വീണ്ടും ഒരു 0 കൊടുക്കുക. 400 into 2 800, റിമൈൻഡർ 100. വീണ്ടും 0 കൊടുക്കുക. 2 into 400 800, റിമൈൻഡർ 200. വീണ്ടും 0 കൊടുക്കുക. 400 into 5 2000, റിമൈൻഡർ 0. 329 divided by 400 is equal to 0.8225. What kind of decimal expansion is the number? ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമ്പർ ടെർമിനേറ്റ് ചെയ്തു, നമ്പർ എൻഡ് ചെയ്തു. റിമൈൻഡർ 0 ആണ്. റിമൈൻഡർ 0 ആയതുകൊണ്ട് ടെർമിനേറ്റിംഗ് decimal expansion. 329 divided by 400 is a terminating number. Next question. Represent 27 divided by 44 as a decimal number and say what kind of decimal expansion is the number. 27 44 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 27 divided by 44. 27 44 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 0 കൊടുക്കുക, ഡെസിമൽ ഇടുക.
44 into 6, 264, remainder 6, 0 കൊടുക്കുക. 1 into 44, 44, 60 minus 44, 16, 0 കൊടുക്കുക. 44 into 3, 132, 8, 2, 0 കൊടുക്കുക. 44 into 6, 264, remainder 16, 0 കൊടുക്കുക. 3 into 44, 132, remainder 28, 0 കൊടുക്കുക. 6 into 44, 264, remainder 16. ഇവിടെ 0.613636 എന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 27 divided by 44 is equal to 0.6136363636 അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. 0.613636ന് നമുക്ക് 0.6136 ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ് 36 ആണ്. അതുകൊണ്ട് 36ൻ്റെ മുകളിൽ വരയ്ക്കുക. 36 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. വാട്ട് കൈൻഡ് ഓഫ് ദ ഡെസിമൽ എക്സ്പാൻഷൻ ഇസ് ദ നമ്പർ? ഇവിടെ 36 എന്ന് പറയുന്ന നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 27/44 എന്ന് പറയുന്ന നമ്പർ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് നമ്പർ ആയിരിക്കും. 27 divided by 44 is equal to 0.6136 is a non-terminating repeating decimal expansion. Next question. Represent 3/5/12 as a decimal number and say what kind of decimal expansion is the number. 3/5/12 is equal to, ഇവിടെ 3 ഹോൾ നമ്പർ പാർട്ടാണ്. അത് അതുപോലെ തന്നെ എഴുതുക. ഡെസിമൽ 5/12 ഡിവൈഡ് ചെയ്യുക. 5 divided by 12, 0, 5. 5നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 0 കൊടുക്കുക. ഡെസിമൽ 12 into 4, 48. റിമൈൻഡർ 2, 0 കൊടുക്കുക. 1 into 12, 12. റിമൈൻഡർ 8, 0. 12 into 6, 72. റിമൈൻഡർ 8. വീണ്ടും 0 കൊടുക്കുക. 12 into 6, 72. റിമൈൻഡർ 8. വീണ്ടും 0 കൊടുക്കുക. 6 12s are 72. റിമൈൻഡർ 8. 666 എന്ന് റിപ്പീറ്റ് ചെയ്യും. 3.4166 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. 3.4166ൻ്റെ മുകളിൽ ബാർ വരയ്ക്കുക. ഇവിടെ 6 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 6ൻ്റെ മുകളിൽ ഒരു ബാർ കൊടുക്കുക. 3.416. ഇവിടെ 6 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 3/5/12 is equal to 3.416 bar is a non-terminating repeating decimal expansion. Next question.
given that 1 by 7 is equal to 0.142857. മുകളിലൊരു ബാറുണ്ട്. അതിൻ്റെ മീനിങ് 14285 എന്ന് പറയുന്ന നമ്പർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് 2 by 7, 3 by 7, 4 by 7, 5 by 7, 6 by 7 without actually doing long division? 1 by 7ൻ്റെ റിസൾട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 by 7 എത്രയായിരിക്കും, 3 by 7 എത്രയായിരിക്കും, 4 by 7 എത്രയായിരിക്കും, 5 by 7, 6 by 7 വിത്തൗട്ട് ഡൂയിങ് ലോങ് ഡിവിഷൻ. 2 by 7 ഡിവൈഡ് ചെയ്യാതെ ആൻസർ എഴുതണം. നമുക്കിവിടെ ഒരു റിസൾട്ട് ഉണ്ട് 1 by 7. 1 by 7ൻ്റെ റിസൾട്ടിൽ നിന്നും നമുക്ക് 2 by 7ൻ്റെ റിസൾട്ട് എഴുതണം. അതിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 1 by 7 എന്ന് പറഞ്ഞാൽ 0.142857. നമുക്ക് വേണ്ടത് 2 by 7 ആണ്. ഈ തന്നിട്ടുള്ള റിസൾട്ടിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 into 2 14, remainder 1, 5 into 2 10, 10 plus 1 11, 8 2s are 16, remainder 1 17, 2 2s are 4 plus 1 5, 4 2s are 8, 1 into 2 2, 2 by 7 is equal to 0.285714. ഇവിടെയും ബാറുണ്ട്. ഇത്രയും നമ്പർ 2 by 7നെ ഡിവൈഡ് ചെയ്താൽ ഇതുപോലെ ഇത്രയും നമ്പർ അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ബാർ ഇടുക. 3 by 7ൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ ഈ നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0.428571 എന്ന് കിട്ടും. 3 by 7 is equal to 0.428571. അടുത്തത് 4 by 7 is equal to 4 by 7ൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ 1 by 7ൻ്റെ റിസൾട്ടിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു 4 0.57148 എന്ന റിസൾട്ട് കിട്ടും. 4 by 7 is equal to 0.57148. ഇവിടെയും മുകളിൽ ബാറുണ്ട്. 0.571428, 571,428 അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. 5 by 7ൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ ഈ നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 by 7 is equal to 0.714285 എന്ന് കിട്ടാം. 6 by 7ൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ 1 by 7ൻ്റെ റിസൾട്ടിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 by 7 is equal to 0.857142 എന്ന റിസൾട്ട് കിട്ടും. ഇവിടെയും ബാർ ഇടുക, ഇവിടെയും ബാർ ഇടുക. ഇത്രയും നമ്പേഴ്സ് ഇവിടെയും റിപ്പീറ്റ് ചെയ്യും. 6 by 7 എന്ന് പറഞ്ഞാൽ 0.857142, 857142 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ബാർ ഇടുക. നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.